ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതിയ ഒരു 5 അക്ക സംഖ്യയാണ് 5, 3, 4, 2, 53,427. ഇതേ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള സംഖ്യകളിൽ അക്കങ്ങളിൽ ഏതാണ് ഏറ്റവും ചെറുത്? 2 ആണ്. അതായത് പിന്നെ ചെറുത് 3 ആണ്, അടുത്തത് ചെറുത് വരുന്നത് 4 ആണ്, പിന്നെ ചെറുത് 5 ആണ്, പിന്നെ എ ആണ്. സോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നൊരു ഓർഡറിലേക്ക് നിങ്ങൾ ഇത് എഴുതിയാൽ നമുക്ക് ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് 23,457 എന്ന്. ചെറുത് ചോദിച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള വലിയ അക്ക സംഖ്യ ഏത് എന്ന്. അപ്പോൾ നിങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി. ആദ്യം എ, പിന്നെ 5, 4, 3, 2, ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാൽ മതി. ഇവിടെ ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ചെറിയത് ചോദിച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കൊടുക്കുക. ഇനി ബി ചോദ്യം, ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം ഏത്? നമ്മൾ നേരത്തെ ഏറ്റവും വലിയ 5 അക്ക സംഖ്യ കണ്ടെത്തിയില്ലേ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന ഓർഡറിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ തയ്യാറാക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 75,432 എന്നാണ്. ഇവിടെ സ്ഥാനം ഏതാണ്? ഇതാണ് 1ന്റെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, 1000ന്റെ സ്ഥാനം, 10,000ന്റെ സ്ഥാനം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1ന്റെ സ്ഥാനത്ത് ആരാണ് എന്നാണ്. 2 ആണ്. ഉത്തരം 2 എന്നാണ്. ഇനി സി ചോദ്യം, ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന 5 അക്ക സംഖ്യകളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ആദ്യം ഏറ്റവും വലിയ 5 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഏതാണെന്ന് ആദ്യം ഒന്ന് കണ്ടെത്തി നോക്കാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ അക്ക സംഖ്യ എന്ന് പറയുന്നത് 75,432 ആണ്. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 23,457 ആണ്. വ്യത്യാസം കാണാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 2ൽ നിന്ന് എ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കടമെടുക്കും. 3ൽ നിന്ന് കടമെടുക്കും. 3 2 എന്നാവും, 2 12 എന്നുമാവും. 12ൽ നിന്ന് എ കുറച്ചാൽ 5 ആണ്. ഇനി നമുക്ക് 2ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കടമെടുക്കും. 4 എന്നുള്ളത് 3 ആവും, 2 എന്നുള്ളത് 12 ആവും. 12ൽ നിന്ന് 5 കുറച്ചാൽ എ ആണ്. ഇനി 3ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല, വീണ്ടും കടമെടുക്കും. 13 ആവും. 13ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 9 ആണ്. 4ൽ നിന്ന് 3 കുറച്ചാൽ 1 ആണ്. 7ൽ നിന്ന് 2 കുറച്ചാൽ 5 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് 51,975 എന്നാണ്. നമുക്ക് പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കാം. 50,000ൽ കൂടുതലാണ്. ശരിയാണ്. 51,975 ആണ്. 50,000ൽ കൂടുതലാണ്. ഈ പ്രസ്താവന ശരിയാണ്. ഇനി അടുത്തത് 50,000ൽ കുറവാണ്. അല്ല, തെറ്റാണ്. 1ന്റെ സ്ഥാനത്ത് എ ആണ്. അല്ല, 1ന്റെ സ്ഥാനത്ത് 5 ആണ്. സോ സി പ്രസ്താവനയും തെറ്റാണ്. ഡി 60,000നും 70,000നും ഇടയിലാണ്. തെറ്റാണ്. 51,975 ആണല്ലോ ഉത്തരം വരുന്നത്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് പ്രസ്താവന എ മാത്രമാണ്. അടുത്തത് ഡി ചോദ്യം, 5, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു 5 അക്ക ഇരുവഴി സംഖ്യ എഴുതുക എന്നാണ്. ഇരുവഴി സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിൽ നിന്ന് തിരിച്ചെഴുതിയാലും നമുക്ക് അതേ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. 5, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സോ നിങ്ങൾ ആദ്യം ഇവിടെ ഇതിലേതെങ്കിലും ഒരു അക്കത്തെ നടുവിലേക്ക് എടുത്ത് എഴുതാം. ഞാനിവിടെ 5നെ എടുത്ത് എഴുതുന്നുണ്ട്. ഏതും എഴുതാം. ഇനി ബാക്കിയുള്ള 2 അക്കങ്ങളില്ലേ, അത് തുടക്കത്തിൽ എഴുതാം 34 എന്ന്. അത് തിരിച്ചിട്ട് 5ന്റെ ശേഷവും എഴുതാം 43 എന്ന്. 34 അത് തിരിച്ചിട്ട് 43 എന്ന് എഴുതി കൊടുക്കുക. സോ ഇതാണ് ഇരുവഴി സംഖ്യ 34,543. ഇത് തിരിച്ചെഴുതി നോക്കിക്കേ, ഇതേ സംഖ്യ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ഇതേപോലെയുള്ള ഇരുവഴി സംഖ്യ കാണാൻ പറഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 36 ഗുണിക്കണം 17 ചതുരത്തിൽ എഴുതി ഗുണിച്ചത് നോക്കൂ. വിട്ടുപോയവ എഴുതുക. 36 ഗുണിക്കണം 17 എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്.
ആദ്യം നമുക്ക് വിട്ടുപോയത് പൂരിപ്പിക്കാം. ഇവിടെ നമ്മൾ എഴുതേണ്ടത് 30 ഗുണിക്കണം 10 ആണ്. 30 ഗുണിക്കണം 10 ആണ് ഇവിടെ. എത്രയാണ്? 30 ഗുണിക്കണം 10 എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യം 3 ഗുണിക്കണം 1 ചെയ്യുക, 3 ആണ്. എത്ര പൂജ്യങ്ങളുണ്ട് ക്വസ്റ്റ്യനിൽ? 2 പൂജ്യങ്ങളുണ്ട്. 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക, അപ്പോൾ 300 എന്ന് കിട്ടി. 30 ഗുണിക്കണം 10 300. ഇനി അടുത്തത് 6 ഗുണിക്കണം 10 നിങ്ങൾക്ക് അവിടെ 60 ആണെന്ന് നൽകിയിട്ടുണ്ട്. 6 ഗുണിക്കണം 10 60. ഇനി നിങ്ങൾ എഴുതേണ്ടത് 30 ഗുണിക്കണം 7 അതാണ് ഇവിടെ എഴുതേണ്ടത്. സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കാൻ 3 ഗുണിക്കണം 7 ആദ്യം ചെയ്യുക, 21 ആണ്. ഒരു പൂജ്യമാണുള്ളത്, അത് ഇട്ട് കൊടുക്കുക, 210 ആണ്. ഇനി 6 ഗുണിക്കണം 7 ചെയ്യുക, 6 ഗുണിക്കണം 7 42 ആണ്. വിട്ട ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ട്. ഇനി 36 ഗുണിക്കണം 17 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾ ഇവിടെ ഒരു കള്ളി കൂടി വരയ്ക്കുക. എന്നിട്ട് 300 കൂട്ടണം 60 എത്രയാണ്? 360 ആണ്. 210 കൂട്ടണം 42, 0 2 2 ആണ്, 1 4 5 2 252 ആണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. 0 2 2 ആണ്, 6 5 11 ആണ്, 3 1 4 4 2 6 612 ആണ് ഉത്തരം. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 612 ആണ് കിട്ടുന്നത്. നമുക്ക് ഇനി ഗുണനത്തിൻ്റെ ഈ ഒരു പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 1000 എന്ന് നൽകിയിട്ടുണ്ട്. 100നെ ഏതോ ഒരു സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ നമുക്കിവിടെ 1000 കിട്ടുന്നുണ്ട്. ഇവിടെ 100ന് 2 പൂജ്യമാണല്ലോ അല്ലേ? ഇത് 1000ന് 3 പൂജ്യം ഉണ്ട്. സോ 100നെ ഒരു പൂജ്യമുള്ള ആളുമായിട്ട് ഗുണിച്ചാലാണ് നമുക്ക് 1000 കിട്ടുക. ഒരു പൂജ്യം ഉള്ളത് 10 ആണ്. 100 ഗുണിക്കണം 10 ആണ് 1000 അവിടെ കിട്ടി. ഇനി നമുക്കിവിടെ 10 ഗുണിക്കണം 10 ആണ് ഇവിടെ വരുന്നത് 100 ആണ്. 10 ഗുണിക്കണം 1 ഗുണിക്കണം 1 ആദ്യം ചെയ്യുക. എത്ര പൂജ്യമാണ്? 2 പൂജ്യമാണ്, അവിടെ ഇട്ട് കൊടുക്കുക. ഇനി A ഗുണിക്കണം 10, A ഗുണിക്കണം 1 A ആണ്, ഒരു പൂജ്യമാണ്, അത് ഇട്ട് കൊടുക്കുക, 70 ആയി. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ വരിയിൽ ഇവിടെ 70 എന്ന് നൽകിയിട്ടുണ്ട്. എയിനെ ഏതോ ഒരു സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് 70 കിട്ടും. ഏതാണ്? 10 ഗുണിക്കണം A ആണ് 70 അല്ലേ? 10 A ആണ് 70. സോ അവിടെ 10 എന്ന് കിട്ടി. ഇനി ബാക്കി 2 കോളം പൂർത്തിയാക്കാലോ. 100 ഗുണിക്കണം 10 ആണ് ഇവിടെ വരുന്നത്, അത് 1000 ആണ്. 1 3 0 1000 ആണ്. ഇനി 10 ഗുണിക്കണം 10 ആണ് ഇവിടെ ഈ ഒരു കോളത്തിലേക്ക് വരുന്നത്, 100 ആണ്. 10 ഗുണിക്കണം 10 100 ആണ്. ഇനി മൂന്നാമത്തെ വരിയിൽ ഇവിടെ 200 എന്ന് നൽകിയിട്ടുണ്ട്. മുകളിൽ 100 എന്ന് നൽകിയിട്ടുണ്ടല്ലോ. 100നെ ഏതോ ഒരു സംഖ്യയുമായി ഗുണിച്ചാൽ നമുക്ക് 200 കിട്ടും. എത്രയാണ്? 100 ഗുണിക്കണം 2 ആണ് 200. 2 എന്ന് എഴുതി കൊടുക്കുക. ഇനി 10 ഗുണിക്കണം 2 20 ആണ്. 7 ഗുണിക്കണം 2 14 ആണ്. സോ ഇവിടെ ഈ ഒരു പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.